എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വകാര്യ ഭാഗങ്ങളിലെ ശുചിത്വം. പുരുഷന്മാർ പറയാൻ മടിക്കുന്ന ആ രഹസ്യം നോക്കിയാലോ? ശരീരഭംഗിക്കും മുഖം സംരക്ഷിക്കുന്നതിനും നമ്മൾ ഒരുപാട് സമയം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ പല പുരുഷന്മാരും പുറത്തു പറയാൻ മടിക്കുന്ന എന്നാൽ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇൻറ്റിമേറ്റ് ഹൈജീൻ. ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്നാൽ ലിംഗഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള മണമോ അല്ലെങ്കിൽ ചിലപ്പോൾ കടുത്ത ദുർഗന്ധമോ അനുഭവപ്പെടുന്നത്. ഇതാണ് ഇൻറ്റിമേറ്റ് ഹൈജീൻ. ഇൻറ്റിമേറ്റ് ഹൈജീൻ പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങളും പരിഹാരങ്ങളും നോക്കിയാലോ? പ്രധാന കാരണങ്ങൾ ആദ്യം നോക്കാം. ഒന്നാമത്തെ പ്രധാന കാരണമാണ് സ്മെഗ്മ. മുൻചർമ്മത്തിന് അടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വെളുത്ത പദാർത്ഥമാണിത്. ഇത് ദിവസവും കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ ബാക്ടീരിയകൾ വളരുകയും ദുർഗന്ധത്തിന് കാരണമാവുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാന പോയിൻ്റാണ് അമിതമായ വിയർപ്പ്. തുടയിടുക്കുകളിൽ വായുസഞ്ചാരം കുറവായതുകൊണ്ട് വിയർപ്പ് കൂടുതൽ തങ്ങി നിൽക്കും. ഈ ഈർപ്പത്തിലാണ് ബാക്ടീരിയകളും ഫംഗസും വളരെ വേഗം വളരുന്നത്. മൂന്നാമത്തെ പ്രധാന പോയിൻ്റാണ് യൂറിൻ തുള്ളികൾ. മൂത്രമൊഴിച്ച ശേഷം കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ അടിവസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുന്ന മൂത്രത്തിൻ്റെ തുള്ളികൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനും മണവും ഉണ്ടാക്കാം. ലളിതമായ പരിഹാര മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ദിവസവും കുളിക്കുമ്പോൾ മുൻചർമ്മം പുറകോട്ട് മാറ്റി ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് മാത്രം വൃത്തിയാക്കുക. അമിതമായി വീര്യമുള്ള സോപ്പുകൾ ഒഴിവാക്കുക. രണ്ടാമത്തെ പോയിൻ്റാണ് കഴുകിയ ശേഷം ആ ഭാഗം വൃത്തിയുള്ള തോർത്തുപയോഗിച്ച് തുടച്ച് ഈർപ്പം പൂർണ്ണമായും മാറ്റണം. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ദിവസവും അടിവസ്ത്രങ്ങൾ മാറേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. നാലാമത്തെ പോയിൻ്റാണ് സ്വകാര്യ ഭാഗങ്ങളിലെ രോമങ്ങൾ അമിതമായി വളരാൻ അനുവദിക്കാതെ ട്രിം ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് നോക്കിയാലോ? വെറും മണം മാത്രമല്ല, അതോടൊപ്പം കടുത്ത ചൊറിച്ചിൽ, ചുവപ്പ് നിറം അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ എന്നിവയുണ്ടെങ്കിൽ അത് അണുബാധയുടെ ലക്ഷണമാകാം. അങ്ങനെയാണെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത്. ആരോഗ്യകരമായ ജീവിതത്തിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ശുചിത്വം ഒരുപോലെ പ്രധാനമാണ്. ആരോഗ്യം തുടങ്ങുന്നത് ശുചിത്വത്തിൽ നിന്നാണ്. അത് ശരീരത്തിൻ്റെ ഏതു ഭാഗം ആയാലും. താങ്ക്സ് ഫോർ വാച്ചിങ്.